നമസ്കാരം, ഞാൻ ഡോക്ടർ ബീന. എൻ്റെ നുറുങ്ങി ചിന്തകൾ എന്ന പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഏകാന്തത നൽകുന്ന അറിവുകൾ എന്തൊക്കെയെന്ന് നോക്കാം. ഏകാന്തത അഥവാ സോളിറ്റ്യൂഡ് നൽകുന്ന അറിവുകൾ പലവിധമാണ്. ആത്മവിശകലനം മാനസിക വളർച്ചയ്ക്ക് വലിയ സഹായം നൽകുന്നു. ഒരാൾ ഒറ്റയ്ക്കായി മാത്രം ആയിപ്പോയാൽ സ്വന്തം ചിന്തകളും വികാരങ്ങളും ശ്രദ്ധിക്കാനും മനസ്സിലാക്കാനും ഉള്ളൊരവസരം കിട്ടുന്നു. അത് ആത്മബോധം, സെൽഫ് അവെയർനെസ് ലഭിക്കാൻ ഇടയാക്കും. സ്വഭാവത്തിലെ ശക്തിയും ദുർബലതയും തിരിച്ചറിയാൻ കഴിയുന്നു. സമ്മർദ്ദം കുറഞ്ഞപ്പോൾ വികാരങ്ങൾ കൂടുതൽ സുതാര്യമായി കാണപ്പെടുന്നു. എങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. മറ്റുള്ളവരുടെ സ്വാധീനമില്ലാതെ സ്വന്തം അഭിപ്രായം രൂപപ്പെടുത്തുവാനും കഴിയുന്നു. ആശയങ്ങളിൽ വിമർശനാത്മകമായ സമീപനം സ്വീകരിക്കുന്നു. ഒറ്റപ്പെടലിൽ മനസ്സ് പുതിയ ആശയങ്ങൾ കണ്ടെത്താനും പ്രശ്നങ്ങൾക്ക് രചനാത്മകമായ പരിഹാരം കാണാനും ശക്തമാകുന്നു. എഴുത്ത്, സംഗീതം, ചിത്രകല തുടങ്ങിയ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾക്ക് ഇത് വലിയ പ്രയോജനമാകുന്നു. ജീവിതത്തിൽ എന്ത് പ്രധാനമാണ്, എന്ത് അനാവശ്യമാണ് എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നു. ദീർഘകാല ലക്ഷ്യങ്ങൾ നിശ്ചയിക്കാൻ ഒറ്റപ്പെടൽ അവസരം നൽകുന്നു. സ്വന്തം ചിന്തകൾ നിയന്ത്രിക്കുക വ്യത്യസ്ത സാഹചര്യങ്ങളിൽ പ്രത്യാഘാതം കുറയ്ക്കുവാനും സഹായിക്കുന്നു. ദൈനംദിന ജീവിതത്തിലെ അസന്തുലിതാവസ്ഥ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. മറ്റുള്ളവരുടെ പ്രതികരണങ്ങളിൽ നിന്നല്ല, സ്വന്തം അനുഭവങ്ങളിൽ നിന്നാണ് ജീവിതത്തെ വിലമതിക്കാൻ നാം പഠിക്കുന്നത്. നമ്മുടെ ചിന്തകളും വികാരങ്ങളും ശുദ്ധീകരിക്കാൻ ഒറ്റപ്പെടൽ വളരെ മൂല്യവത്തായ ഒരു കാര്യം തന്നെയാണ്. ഒറ്റപ്പെടലിലൂടെ ലഭിക്കുന്ന ആത്മവിശ്വാസവും മാനസിക ശക്തിയും എന്താണെന്ന് നമുക്ക് നോക്കാം. ഒറ്റപ്പെടുമ്പോൾ മറ്റുള്ളവരുടെ സ്വാധീനം കുറയുന്നു. അതുകൊണ്ട് സ്വയം ചെയ്ത തീരുമാനങ്ങളെ നിയന്ത്രിക്കേണ്ടത് അഭ്യാസമാക്കുന്നു. സ്വയം പരീക്ഷിച്ചും വിജയിച്ചും പരാജയപ്പെടുമ്പോൾ സ്വന്തം കഴിവുകളിലും മൂല്യങ്ങളിലും വിശ്വാസം വളരുന്നു. മറ്റുള്ളവരുടെ അംഗീകാരം ആവശ്യപ്പെടാതെ സ്വന്തം കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് വളരുന്നു. ഒറ്റപ്പെടൽ സമ്മർദ്ദങ്ങൾ നേരിടാനും ഭയം, ആശങ്ക ഇവയെ കൈകാര്യം ചെയ്യാനും ഉള്ളൊരു പരിശീലനം കൂടിയാണ്. ജീവിതത്തിലെ അനിശ്ചിതത്വങ്ങളും വെല്ലുവിളികളും നേരിടാനുള്ള ഭയം കുറയുന്നു. ഒറ്റപ്പെടലിൽ മനസ്സ് വ്യക്തമായ ചിന്തകൾക്ക് വഴി തുറക്കുന്നു. വ്യക്തിയുടെ ദൃഢമായ മൂല്യങ്ങൾ, ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങൾ ഇവ തിരിച്ചറിയാൻ അവ സഹായിക്കുന്നു. ഇതുതന്നെ ആത്മവിശ്വാസത്തെയും മാനസിക ശക്തിയെയും ശക്തിപ്പെടുത്തുന്നു. ഓരോ തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാനുള്ള വിവേചന ശക്തി ലഭിക്കുന്നു. ഇതിലൂടെ മനുഷ്യൻ ഭീഷണികളെയും ആശങ്കകളെയും മറികടക്കാൻ മനസ്സിൽ ശക്തിയുള്ളവനാകുന്നു. ഒറ്റപ്പെടലിൽ മറ്റുള്ളവരുടെ അംഗീകാരം ആവശ്യപ്പെടാതെ സ്വന്തം ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ പഠിക്കുന്നു. ഇത് മനസ്സിൽ നിലനിൽക്കുന്ന ഭയം, അനിശ്ചിതത്വം, നിരാശ എന്നിവ കുറയ്ക്കുന്നു. ആത്മവിശ്വാസം ഉയരുകയും മനോവൈകല്യങ്ങളെ നേരിടാനുള്ള കരുത്ത് വളരുകയും ചെയ്യുന്നു. ഒറ്റപ്പെടൽ മനുഷ്യന് സ്വയം തിരിച്ചറിയലും സ്വാതന്ത്ര്യവും പ്രതികരണങ്ങളിൽ സ്ഥിരതയും ആത്മവിശ്വാസവും മാനസിക ശക്തിയും നൽകുന്ന ഒരു പ്രമേയമാകുന്നു. ഇത് ജീവിതത്തിൽ ഭയങ്ങളെ നേരിടാനും ലക്ഷ്യങ്ങൾക്ക് ദിശയിടാനും ആത്മബന്ധത്തിൽ നിലനിൽക്കാനും സഹായിക്കുന്നു. ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.